ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ഇട്ടിട്ട് അപ്പം ഒന്ന് എന്നാൽ കരുതി നല്ല ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ രാവിലത്തെ ചായ കുടിയും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം ചെയ്യുന്നത് അലക്കാനുള്ള തുണികളൊക്കെ അത് വാഷിംഗ് മെഷീനിൽ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പണികളൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ അതൊക്കെ ഒന്ന് തിരുമ്പി ഒരു ഉണക്കി ഇവിടെ വെച്ച് തന്നിട്ടുണ്ടാവും. പിന്നെ എന്നും ഞാനൊരു ഓർഡറായിട്ട് തന്നെയാണ് ചെയ്യൽ. സംഭവം എന്താ വെച്ചാൽ രാവിലെ ചായ കൂടി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള ആദ്യം തന്നെ അത് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അതായത് നമ്മളെ പാത്രങ്ങളൊക്കെ അത് കഴുകും തെണ്ടും വീതിനൊക്കെ നന്നായിട്ട് അങ്ങോട്ട് തുടച്ച് വെക്കും. കുക്കിംഗ് മുഴുവൻ തീർന്നിട്ടില്ല എങ്കിലും രാവിലത്തെ അത്യാവശ്യം വലിയ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്നങ്ങോട്ട് ചെയ്തോളി കേട്ടോ. അപ്പോൾ അതാകണോ നമ്മളെ അടുപ്പ് സംഭവങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുകയാണ്. കരടും എണ്ണയും മെഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നല്ലോണം തുടച്ച് തോർത്തിയിട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മളെ അടുക്കള ക്ലീനായി കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാവുമല്ലോ. പിന്നെ തെണ്ടും വേദനയും തുടയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ സിങ്കും കൂടി നല്ലോണം നല്ല കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാക്കിയിട്ട് വിമ്മും കൂടിയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴുകിയിടുന്നത്. അപ്പോൾ ക്ലീനിങ്ങിൽ പെട്ടിട്ടുള്ള ആദ്യം തന്നെ നമ്മളെ കിച്ചൺ ക്ലീനിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു ചൂലും പിടിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ സിറ്റ് ഔട്ടിക്കൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഒന്നാണ്ട് അടിച്ചൊരി വാരിയിടട്ടെ. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉണ്ട് വെച്ചെങ്കിൽ നമ്മളെ നിലത്ത് കിടക്കണ മുടികളൊക്കെ അതിലുണ്ട് കയറി പിടിക്കിട്ടോ. അപ്പോൾ നമ്മളെ ഫ്ലോറിലൊന്നും മുടി ഇങ്ങനെ പരന്ന് കിടക്കില്ല. അപ്പോൾ നമുക്ക് തുടയ്ക്കാനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അടിച്ചു വരുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളെ സ്റ്റെപ്പുമ്മലും മുറ്റത്തൊക്കെ ചെരുപ്പുകൾ ചിലപ്പോൾ നിരന്ന് കിടക്കലുണ്ട്. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മൾ ചെരുപ്പുകളൊക്കെ നല്ല നീറ്റിൽ തന്നെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ അതാക്കണോ നമ്മളെ ചുമരുമ്മലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല്ലാത്തൊരു പിടിക്കുന്നതിന് മുമ്പ് തന്നെ അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വിമ്മും കൂടി ഇട്ടതിന് ശേഷം ഒരു ജോർജറ്റിൻ്റെ തുണി എടുത്തിട്ട് അതൊന്നങ്ങോട്ട് കഴുകുകയാണ് കേട്ടോ. നന്നായിട്ട് ഉരച്ച് വല്ലാതെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മളത് പോരില്ല. അപ്പോൾ വല്ലാതെ പിടിക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് അങ്ങോട്ട് ഉരച്ച് എടുത്തു കഴിഞ്ഞാൽ ആ ചളിയൊക്കെ അങ്ങോട്ട് പോന്ന് കിട്ടും കേട്ടോ. ചുമരുമ്മ ചളിയാവണേന് ഇപ്പോൾ ആരെ പറഞ്ഞിട്ടും കാര്യമില്ല. കുട്ടികളും വലിയവരൊക്കെ ആ കാര്യത്തിൽ കണക്കാട്ടോ. നമ്മളെ കയ്യുമ്മലുള്ള ചളിയൊക്കെ ഒന്ന് ചുമരുമ്മ പിടിക്കാതെ ഒന്നും ഇപ്പോൾ നടക്കലുണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും അത് ചളി ആയിക്കഴിഞ്ഞാൽ പിന്നെ തുടച്ച് കളയാന്നുള്ളതല്ലേ. അപ്പോൾ അതാ നമ്മളെ ചളിയായ ചുമരൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ഒരു തലയ്ക്കുന്ന ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഹാളൊന്നും ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആക്കണോ സോഫേൻ്റെ വീതിയൊക്കെ ഒന്നും തട്ടിക്കൊട്ടി നന്നായിട്ട് സോഫേൻ്റെ മുകളിലൊക്കെ ഒന്ന് തട്ടി അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ വേനൽക്കാലം ആയല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ നല്ലോണം ഒന്ന് തട്ടിക്കൊട്ടി വിരിച്ച് കൊടുക്കുകയാണ്. ചില കൂട്ടുകാരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ അവൾ ചെയ്യുന്നത്, ഈ അടിയും തൊടിക്ക് ആർക്കാ അറിയാത്തത് എന്നൊക്കെ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇന്നെക്കാട്ടും ചെയ്യാൻ അറിയണോലും ഉണ്ടാവും, അറിയാത്തവരൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരികയാണ്. ചില വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര മോട്ടിവേഷനായിരിക്കും, അല്ലെങ്കിൽ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ തോന്നും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചില കൂട്ടുകാർ പറയലുണ്ട് കേട്ടോ ക്ലീനിങ് വീഡിയോ ആണ് ഇഷ്ടം എന്നൊക്കെ. അപ്പോൾ കുറേ ദിവസമായല്ലോ പെട്ടിട്ട്, അതുമാണ് ഇപ്പം എന്നാൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ സെറ്റിൻ്റെ വിധിയൊക്കെ വിരിച്ചതിന് ശേഷം പിന്നെ ഞാൻ ടേബിൾ ഒന്നുകൂടെ നന്നാക്കാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെയ്യാന്ന് കരുതിയാൽ നമ്മൾ ടേബിളിൻ്റെ മുകളിലൊക്കെ ഞാൻ ഇത്തിരി വെള്ളം വെക്കിട്ടു. അപ്പോൾ നമ്മൾ പണീൻ്റെ ഇടയിലും അത് നടക്കും, അല്ലെങ്കിൽ വെള്ളക്കുപ്പിമിക്കൊന്ന് നോക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടേബിളുമേ. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് വെക്കുകയാണ്. പിന്നെ ഒട്ടും വൈകണില്ല കേട്ടോ. നമ്മൾ ബ്രഷ് വീണ്ടും എടുത്തിട്ടുണ്ട്. ഇനിയൊക്കെ ഒന്നുകൊണ്ട് അടിച്ച് വാരട്ടെ. പൊടിയും ഒക്കെ ഉണ്ട്, നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ ഒന്നുകൊണ്ട് അടിച്ച് വാരട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ ഇതൊക്കെ ചെയ്തിട്ടില്ല വെച്ചെങ്കിലുള്ള ദിവസമായിരിക്കും ആരെങ്കിലുമൊക്കെ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ പിന്നെ ഒരു വഷളത്തരല്ലേ നമ്മൾ ഉമ്മറത്തേക്ക് കയറി വരുന്ന ഭാഗമൊക്കെ അങ്ങനെ പിന്നെ ഒരു ഓർഡർ തെറ്റിയിട്ടൊക്കെ കിടക്കുക, അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത രീതിയിൽ കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമല്ലേ. അപ്പോൾ നമ്മൾ കാണുന്ന ഭാഗമൊക്കെ ആദ്യം തന്നെ വേഗം ഒന്നുകൊണ്ട് ക്ലീൻ ചെയ്യുകയാണ്. നല്ല ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് നല്ല റെഡി ആയിട്ട് വൃത്തിയിലും വെടുപ്പിലും കിടക്കണം അന്നാണെന്ന് വെച്ചെങ്കിൽ ആരും വരുമൊന്നുമില്ല കേട്ടോ. അല്ല ഒരു ദിവസം അലങ്കോലമായിട്ട് കിടക്കുകയാണെന്ന് വെച്ചെങ്കിൽ അന്ന് നമ്മളെ വീട്ടിലേക്ക് വരാത്ത പോലെ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ടേബിളൊക്കെ നന്നായിട്ടൊന്നും ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാനൊരു പിന്നെ ഗ്ലാസ് ക്ലീനർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത്. അത് വെച്ച് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒക്കെ ഒന്നുകൂടെ തുടച്ചിട്ടെടുക്കട്ടെ.
പിന്നെ അപ്പോഴേക്കിനും നമുക്ക് തുടയ്ക്കാനുള്ള സമയമായിട്ട് അടിച്ചു വാരൽ ഇവിടെ ഹാളത്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേബിളിൻ്റെ ചുവടും കസാലേൻ്റെ ചുവടും ഒക്കെ ഒന്നാണ്ട് നല്ല നീറ്റിൽ തന്നെ ഒന്നാണ്ട് തുടച്ച് കൊടുക്കുകയാണ്. ഇന്ന് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നൊന്ന് മാറ്റി വിരിക്കുകയാണ്. അപ്പോൾ ഒരു വെള്ള ബെഡ്ഷീറ്റാണ് വിരിക്കുന്നത്. വെള്ളം എപ്പോഴും പോസിറ്റീവ് അല്ലേ, അപ്പോൾ പിന്നെ നല്ല വൃത്തിയായി കിടക്കും അതവിടെ. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ഗ്ലാസ്, അതൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ തുടച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ടേബിൾ മേലൊന്നും സംഭവം കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വിചാരിച്ചു ഞാൻ ആ ബുദ്ധനെ റൂമിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നത്. റൂമിൽ വെക്കാൻ പാടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലോറും കൂടി തുടച്ച് കഴിഞ്ഞിട്ട് നമ്മളെ റൂം ക്ലീനിങ്ങും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നത് വാഷ് ബേസിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ വിമ്മ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളം ചുമര് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പതള്ള വെള്ളമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് പിന്നെ വാഷ് ബേസും കൂടി ഒന്നാണ്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ ക്ലീനിങ് ഏകദേശം കിച്ചണിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കലൊക്കെ ഈ ടേബിൾ മേലാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെയും കൂടി ഒന്നാണ്ട് തുടച്ച് തോർത്തിയിടട്ടെ. പലപ്പോഴും ഞാൻ ശ്രദ്ധ വിടേണ്ട ഒന്നാണ് കേട്ടോ എൻ്റെ മിക്സി. അത് പിന്നെ അരക്കിലൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നാണ്ട് തുടച്ചിട്ടാൽ മതി. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്, പക്ഷേ ഡീപ്പായിട്ടൊന്നാണ്ട് ക്ലീൻ ചെയ്യലില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വിചാരിച്ചു മിക്സി നല്ലോണം പുതിയ പുത്തനാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒരു പെയിൻറ്റ് അടിക്കുന്ന ബ്രഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഇത്തിരി വിമ്മൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ഒന്ന് ഉരച്ച് അതിൻ്റെ അഴുക്കൊക്കെ നീക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിക്സീൻ്റെ ജാറിൻ്റെ ഉള്ളിൽ ജാറ് കൊടുക്കണ ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ബ്രഷൊക്കെ വെച്ചിട്ട് നല്ലോണം ഉരച്ച് ഇത് അഴുക്കൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ തോർത്തുകൊണ്ട് ഒപ്പിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ സൈഡിലായിട്ട് ഒരു ഇടണ്ടായിരുന്നു, ആ ഭാഗത്ത് കൂടെയൊക്കെ തോർത്തൊക്കെ എടുത്തിട്ട് നല്ല നീറ്റാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആരും വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നും കഴുകരുത് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷോക്ക് അടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നമ്മളെ മിക്സീനെ കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വെയിലത്ത് കൊണ്ടുപോയിട്ടൊന്ന് ഉണക്കണം. ഇനി മിക്സിയൊക്കെ അവിടെ ഇരുന്നിട്ട് ഉണങ്ങട്ടെ. അപ്പോൾ നമ്മൾ കിച്ചൺ തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മിക്സി ഒക്കെ കഴുകി കൊടുത്തൊക്കെ അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീണ്ടും ഒന്നും കൂടി തുടച്ചതിന് ശേഷം അടുക്കളേൻ്റെ ഫ്ലോറും കൂടി ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നമ്മളെ തുടയ്ക്കലൊക്കെ ഒന്ന് ഇവിടെ കഴിയും കേട്ടോ. പിന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കലും തുടയ്ക്കലും കഴിഞ്ഞാൽ അത് മനസ്സിന് തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണല്ലേ നമുക്ക്. ഒരു ക്ലീനായി കിടക്കണ ഭാഗം അല്ലെങ്കിൽ പരന്ന് കിടക്കുകയാണ്, അല്ലെങ്കിൽ അടിക്കലും തുടയ്ക്കലും തീരാത്തൊരു ദിവസമാണ് വെച്ചെങ്കിൽ അന്ന് എത്ര പണിയെടുത്താലും നമുക്ക് തീരലുണ്ടാവില്ല. എന്തോ ഒരു കുറവുള്ള പോലെ തോന്നുമല്ലോ അല്ലേ. തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ തുടപ്പാടെ പാത്തിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൂടി ഒന്നത് കഴുകി ഉണക്കി വെക്കാം, അപ്പോഴേ ഉള്ളൂ പിന്നെ പിറ്റത്തെ ദിവസം നമുക്കത് എടുക്കുമ്പോൾ കൈകൊണ്ട് തൊടാൻ തോന്നുക. അല്ലാച്ചെങ്കിൽ അതൊരു അറപ്പായിരിക്കും. അപ്പോൾ അതൊക്കെ നല്ലോണം സോപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം തച്ചിട്ടും മത്തിയിട്ടും ഒക്കെ എടുത്ത് തിരുമ്പുകയാണ്. പിന്നെ നമ്മളെ തലേന്നത്തെ തുണികൾ തോരട്ടത് ഉണങ്ങാത്തത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കിയിട്ട് എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്ന് അലക്കാനിട്ട തുണികൾ അലക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ ഉള്ളിക്കൊട്ടയൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ഏത് ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിയതുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഉള്ളിക്കൊട്ടയത്തെ ഉള്ളികളൊക്കെ ഒന്ന് എടുത്തിട്ട് ചേറി നല്ല ഇത് മാത്രം എടുത്ത് വെക്കാമെന്ന്. അങ്ങനെ അതൊക്കെ ഒന്നിട്ട് ക്ലീൻ ആക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റാ.